എജ്യൂപോർട്ട് ദേ ക്രിസ്മസ് എക്സാം ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാ മിസ് വിചാരിക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോ. ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഇനി എണ്ണി കൂട്ടാൻ പറ്റുന്ന ദിവസങ്ങളെ നിങ്ങൾക്ക് എക്സാമിന് വരുന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് സീരിയസ് ആയിക്കോ. തമാശ കളികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ കേട്ടോ. റെഡി? നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. മേരി മാം അല്ലെ? മേരി മാം എന്ന് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? കവിതയാണോ കഥയാണോ? അല്ല അല്ലെ, ഒരു ഫിലിമി ഗീതായിരുന്നു. ദേ കണ്ടോ, മേരി മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും സിനിമ പാട്ടല്ലേ, അതായത് കാരണം ചിലപ്പോൾ ആസ്വാദന ടിപ്പണി ഒന്നും വരാൻ ചാൻസ് ഇല്ല അല്ലെ, ആസ്വാദന ടിപ്പണി ഒന്നും ചോദിക്കില്ലായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മിസ് പറയട്ടെ, നിങ്ങൾ എന്താണ് സിനിമ പാട്ടാണെന്ന് കരുതിയിട്ട് അത് വിട്ട് കളയണ്ട. ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അമ്മ മകൻ അല്ലെ, അമ്മ മകൻ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ ആണ് എന്തിനകത്ത് പറയുന്നത്, ആ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് മേ ബി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ചാപ്റ്ററിനകത്ത് നിന്ന് അല്ലെ. അങ്ങനെ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആരും ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതിയിട്ട് മാറ്റി തള്ളി കളയണ്ട. മേ ബി ആസ്വാദൻ ടിപ്പണി തന്നെ ചോദിക്കാം, ആ കവിതയിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് ഡയറക്റ്റ് ചിലപ്പോൾ ചോദിക്കാം. റെഡി? അപ്പൊ നോക്കിയോ, മേരി മാം ആരായിരുന്നു? പ്രസൂൺ ജോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രസൂൺ ജോഷി തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു എന്താണ് ഒരു കവിത അല്ലെ, സിനിമ പാട്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. റെഡി? ഓക്കെ, ഇതാരായിരുന്നു പിക്ചറിൽ കാണുന്ന ഈ കുട്ടി? നമ്മൾ ആ കവിതയ്ക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇഷാൻ അല്ലെ. ഇഷാനും അമ്മയും ആയിരുന്നു. റെഡി? യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പാട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ, ഈ സിനിമ പാട്ട് യൂട്യൂബിനകത്തൊക്കെ ഉണ്ട്. റെഡിയാണ്? എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മിസ് വളരെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായിരുന്നു മേരി മാം എന്ന ചാപ്റ്റർ പറയുന്നത്? നോക്കിയോ, ഈ കവിത കവി പ്രസൂൺ ജോഷി ദ്വാരാ അപ്നി മാം കോ സമർപ്പിത് ഹേ. ഈ കവിത പ്രസൂൺ ജോഷി തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് സമർപ്പിച്ചിരിക്കുന്നതാണ്. എന്നിട്ടോ जिसमें एक बच्चे या बड़े हो चुके बेटा का अपनी माम के प्रति गहरा और अक्सर अनकहा प्रेम निर्भरता और टर व्यक्त किया गया है. എന്താണ് ഈ കവിതയിൽ വ്യക്തമാക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്? തന്റെ കുട്ടിക്കോ അല്ലെ, കുട്ടി ചെറുതായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ, ഇതേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബച്ചേയാ ബഡേ ഹോ ചുക്കേ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? അമ്മയോടുള്ള, ആ കുട്ടിക്ക് തന്റെ അമ്മയോടുള്ള ആഴമേറിയിട്ടുള്ള ശക്തമായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് ഈ കവിത സംസാരിക്കുന്നത്. കണ്ടോ, പ്രേം നിർഭരത ഓർ ടർ വ്യക്തി കിയാ ഗയാ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആഴമേറിയിട്ടുള്ള സ്നേഹവും ആശ്രയത്വവും ഭയവും ഒക്കെയാണ് ഈ കവിതയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നിർഭരത എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രയത്വം. പ്രേം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? സ്നേഹമാണ്. ടർ എന്ന് പറഞ്ഞാൽ പേടി. ഇതെല്ലാമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. റെഡി? അടുത്തതോ, പിന്നെ അൻകഹേ ടർ ഓർ പ്രേം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് കൺവേ ചെയ്തിരിക്കുന്നത് ആ ചാപ്റ്ററിനകത്ത് കൂടെ? അൻകഹേ ടർ ഓർ പ്രേം, പറയാൻ സാധിക്കാത്ത, പറയാത്ത ഭയവും സ്നേഹവും ഈ കവിതയിലൂടെ, ഈ ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട്. എന്താണ് നോക്കിയോ, മിസ് ക്ലിയർ ചെയ്ത് തരാം. ബേട്ടാ സ്വീകാർ കർത്താ ഹേ കി വഹ കബി കബി അന്ധേരെ സേ ഡർത്താ ഹേ. എന്ത് ചെയ്യുന്നുണ്ട് ഈ ബേട്ട, ഈ ആൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ടടാ? സമ്മതിക്കുന്നുണ്ട്. എന്ത്? തനിക്ക് ഇരുട്ടിനെ പേടിയാണ്. സ്വീകാർ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മതിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. സമ്മതിക്കുക. എന്ത് സമ്മതിക്കുന്നുണ്ട്? തനിക്ക് ഇരുട്ടിനെ പേടിയാണ്. ബാക്കി നോക്കിയോ, ലേക്കിൻ വയ്യ ബാത് കബി മാം കോ ബദ്ലാത്താ നഹി ഹേ. പക്ഷെ അവൻ അമ്മയോട് ഈ കാര്യം പറയുന്നില്ല. ബദ്ലാത്താ നഹി പഠിച്ചിട്ടുണ്ട്. वह अक्सर ऐसा दिखाता है जैसे उसे माम की परवाह नहीं हो. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേടാ? അമ്മയോട് അവൻ പേടിയാണെന്നുള്ള കാര്യം പറയുന്നില്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? അവൻ പലപ്പോഴും അമ്മയെ ശ്രദ്ധിക്കുന്നില്ല അല്ലെ, അമ്മേനെ അത്ര കാര്യമാക്കുന്നില്ല. അമ്മ എന്താണ്, ഒട്ടും തന്നെ അമ്മേനെ മൈൻഡ് ചെയ്യുന്നില്ല പല സമയത്തും. പക്ഷേ ലേക്കിൻ, പക്ഷേ जानता है कि उसकी माम को उसके दिल की सारी बात में പതാ ഹേ. എന്താണ്, അമ്മയെ വേണ്ട പോലെ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൻ അറിയാം. അത് ഏത് വരിയിലൂടെയാണ്? അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വേണ്ട പോലെ അമ്മേനെ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ അവൻ നന്നാക്കി അമ്മേനെ കെയർ ചെയ്യുന്നുണ്ട്, അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്. ഏത് വരിയായിരുന്നു അത്? ദേ
യു തോ മേം ദിഖ്ലാത്ത നഹീം തേരി പർവാ കർത്താ ഹൂ മേം. എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ വരിയിലൂടെയാണ് പറഞ്ഞത് ഞാൻ എന്താണ് അധികം അത് പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ ഞാൻ അമ്മയെ നന്നാക്കി കെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡി? അടുത്തത് ലേക്കിൻ വഹ് ജാൻതാ ഹൈ കി ഉസ്കി മാം കോ ഉസ്കെ ദിൽ കി സാരി ബാതേം പതാ ഹേ. പിന്നെ അവനറിയായിരുന്നു എന്ത്? തന്റെ അമ്മയ്ക്ക് തന്റെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, അമ്മ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളാണ് എന്ന് അവനറിയാമായിരുന്നു. അത് ഏത് വരിയിലൂടെയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക്? തുജേ സബ് ഹേ പത മേരി മാം. ഈ ഒരു വരി നമ്മുടെ ആ ചാപ്റ്ററിനകത്ത് അല്ലെ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആ പാട്ടിനകത്ത്. എന്ത്? തുജേ സബ് ഹേ പത മേരി മാം എന്നുള്ളത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അടുത്തത് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ ചാപ്റ്ററിൽ ആ ഫിലിമി ഗീതിൽ പറഞ്ഞിരിക്കുന്നേ? പക്കഡ്നെ ജാനെ കാ എഹ്സാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പിടിച്ചു വെക്കപ്പെടുന്നുണ്ട് അല്ലെ അവനെ, അതായത് അച്ഛന്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലെ, കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത് പിടിച്ചു വെക്കുക അവനെ അല്ലെ. പിടിച്ചു വെക്കുമ്പോഴുള്ള അവന്റെ ഒരു ടെൻഷൻ, അവന്റെ വേവലാതികളും അതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ്? जब उसके पिता उसे जोर से झूला झुलाते थे और वह डर जाता था. എവിടെയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്? അച്ഛൻ അവനെ ശക്തമായിട്ട് ആട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അവൻ പലപ്പോഴും പേടിക്കാറുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല? തബ് ബി ഉസ്നെ ഷിക്കായത് നഹീം കി. അവൻ അപ്പോൾ പോലും എന്ത് ചെയ്യുന്നില്ലായിരുന്നു? പരാതിപ്പെടാറില്ലായിരുന്നു. ഷിക്കായത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതിയാണ്. അവൻ പരാതിപ്പെടാറില്ലായിരുന്നു അച്ഛൻ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട്. എന്നിട്ടോ लेकिन वह जानता था कि उसकी माँ उसे थामने के लिए हमेशा मौजूद रहेगी. പക്ഷെ അവൻ അപ്പോഴും ആ സമയത്ത് അച്ഛൻ അങ്ങനെ ആട്ടുന്ന സമയത്ത്, അവൻ പേടിക്കുന്ന സമയത്ത് അവൻ എന്തായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോഴും അവന്റെ അമ്മ എന്താണ് അവനെ സംരക്ഷിക്കാൻ വേണ്ടി വരും എന്ന് അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ അതായിരുന്നു ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് വരിയാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചിന്തിക്കാറുണ്ട് എന്ത്? എന്നെ വരും, അമ്മ വരും, സംരക്ഷിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നേ? യെസ്, ബിച്ചഡ്നെ കാട്ടർ. ബിച്ചഡ്നെ കാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപിരിയലിന്റെ ഭയം അല്ലെ, വേർപിരിയുമോ എന്നുള്ള ഒരു ഭയം അല്ലെ. ഓർമ്മയില്ലേ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്നേ? ബിച്ചഡ്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപിരിയൽ. ഓക്കെ, എവിടെയാണ്, എങ്ങനെയാണ് അത് കൺവേ ചെയ്തിരിക്കുന്നത് ചാപ്റ്ററിൽ? ബേട്ടേക്കോ സബ്സെ ബഡാ ഡർ യഹ് ഹേ കി. അവന്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു? വഹ് ബീഡ് മേം കഹി ഖും ന ഹോ ജായേ യാ മാം ഉസെ ഇത്നാ ദൂർ ന ഭേജ് ദേ കി വഹ് ഘർ വാപസ് ലൗട്ട് ന പായേ. എന്തായിരുന്നു അവന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞിരിക്കുന്നേടാ? അമ്മ തന്നെ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് അമ്മ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള, അതായത് ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ വഴി അറിയാതെ അവൻ ഇങ്ങനെ നടക്കൂലേ, വഴി തെറ്റിപ്പോകുമോ, തിരിച്ചെങ്ങനെ വീട്ടിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അവനെ കൂടുതൽ ടെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു, പേടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, वह माम से प्रार्थना करता है कि वह उसे न छोड़े और उसे हमेशा याद रखे. പിന്നെന്താ ചെയ്തിരിക്കുന്നത്? തന്നെ ഉപേക്ഷിക്കരുത് എന്നും തന്നെ ഓർക്കണമെന്നുമായിരുന്നു എന്ത് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അമ്മയുടെ അടുത്ത് പറയാണ് എന്ത്? തന്നെ ഉപേക്ഷിക്കരുത് അല്ലെ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും അവൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നച്ചോടെ. നച്ചോടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കരുത്. നെഗറ്റീവ് ആണ്, നോട്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓർ ഉസേ ഹമേഷ യാദ് രഖേ. ഹമേഷ യാദ് രഖേ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ ഓർക്കണം എന്നുള്ള കാര്യവുമായിരുന്നു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? സംക്ഷേപമേ, ചുരുക്കത്തിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ये कविता माम और बेटे के बीच के भावनात्मक बंधन को दर्शती है. എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ ഒരു കവിത, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? അമ്മയും മകനും തമ്മിലുള്ള ഒരു ഭാവനാത്മക്, വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത്. ഭാവനാത്മക്, വൈകാരികം. ഓക്കെ ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ജഹാം ബേട്ട ബാഹർ സേ കിतनी भी कठोर दिखने की कोशिश करे उसका मन हमेशा माम के सामने सहज और डर हुआ रहता है. എന്താ പറഞ്ഞിരിക്കുന്നേ? ഇവിടെ ലാസ്റ്റിലേക്ക് എങ്ങനെയാണ് ആ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നത്? ജഹാം ബേട്ട ബാഹർ സേ കിतनी भी कठोर दिखने की कोशिश करे. മകൻ എന്താണ് പുറമേക്ക് എത്ര തന്നെ പേടിയില്ല എന്ന്
എന്ന് എന്താണ് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അല്ലെ, താൻ ഓക്കെ ആണ് എന്ന് എത്ര കാണിക്കാൻ വേണ്ടി പുറമേക്ക് ബാഹർ കേലിയെ പുറമേക്ക് വേണ്ടി ശ്രമിച്ചാലും എന്താ അവിടെ സംഭവിക്കുന്നത്? ഉസ്കാ മൻ ഹമേഷ മാം കെ സാമനെ സഹജോർ ഡർ ഹുവാ രഹ്താ ഹേ. അവന്റെ മനസ്സ് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, അമ്മേനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? അതായത് പുറമെ എത്ര ധൈര്യവാനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കാണിക്കാൻ ശ്രമിച്ചാലും അമ്മയുടെ ആ ഒരു സാന്നിധ്യം മകൻ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? അല്ലെ, നമുക്ക് ആസ്വാദൻ ടിപ്പണി വരില്ല എന്ന് വിചാരിക്കാം. മേ ബി വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് അമ്മയുടെ അടുത്ത് മകൻ എങ്ങനെയാണ് സ്നേഹം കാണിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. റെഡി അല്ലേ? അതായത് ഓരോ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിന്റ് ആക്കി നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ബിസെഡ്നേക്കാട്ടർ വേർപിരിയുമെന്നുള്ള പേടി. അടുത്തത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവസാനത്തിലാണ്, ലാസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻ കഹേട്ടർ ഓർ പ്രേം, അവൻ പറയാത്ത അവന്റെ പേടിയും സ്നേഹവും അല്ലെ. അങ്ങനെ ഓരോ പോയിന്റ് ആക്കി മിസ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ പക്കട്നെ ജാനേ കാ എഹ്സാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഒറ്റപ്പെടുക അല്ലെ, ഒറ്റപ്പെടുക എന്നുള്ള ഒരു ഭയം കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ പോയിന്റ് ആക്കിയിട്ടാ കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം നിങ്ങൾ? മിസ് ഇതേ ഇവിടെ ഹിന്ദിന്റെ സെയിം മിസ് മലയാളം കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ഒരു വട്ടം ഇപ്പം മിസ്സിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വായിക്കുന്ന സമയത്ത് അത് മനസ്സിലാവുന്നില്ല, പല വേർഡ്സും മിസ്സായി പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ ആർക്കും വേണ്ട. മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നന്നാക്കി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ലൈൻസ് മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതാ ഇവിടെ മിസ് ഹിന്ദി ലൈൻസ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റാൻസ വേണമെങ്കിൽ പോയിട്ട് ആ ചാപ്റ്ററിനകത്ത് വായിക്കാം. ഓക്കെ, ആ സ്റ്റാൻസയിലുള്ള മീനിങ് ആണ് മലയാളം അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഓരോ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിൽ മക്കളെ ഇനി തമാശ കളിച്ചിരിക്കല്ലേ, സീരിയസ് ആയിക്കോട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ. റെഡി? മേരി മാം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമി ഗീതാണ്, സിനിമാ പാട്ടാണ്. അത് എപ്പോഴും തലയ്ക്കകത്ത് ഓർത്ത് വെക്കണം. റെഡി അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ. യെസ്.